ഓക്കെ, ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിശ്വഗുരു പട്ടം അല്ലെങ്കിൽ ആ ലേബൽ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ വിപണിയെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ബ്രാൻഡാണോ? പുറത്തത് ചെലവാകില്ല? രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ആസ് എ പോളിസി മാറ്റർ, കോൺഗ്രസ് ഇരുന്നാലും BJP ഇരുന്നാലും ഇന്ത്യ കുറച്ചുകൂടെ പോസിറ്റീവ്ലി ഒരു പീസ് മേക്കർ ആകണം, ഒരു സമാധാനം ബിൽഡ് ചെയ്യുന്ന രാജ്യമാകണം. നമ്മൾ അതിനുവേണ്ടി ഇൻവെസ്റ്റും ചെയ്യണം. അതൊന്ന് ലോക നന്മയ്ക്ക് വേണ്ടി, രണ്ട് ഇന്ത്യയുടെ സ്റ്റേച്ചർ ഉയർത്തും. രണ്ട് സത്യമാണ്. ഒന്ന് ലോക നന്മയുണ്ട്, രണ്ട് നമ്മുടെ സോഫ്റ്റ് പവർ അതിൽ പലതും ബിൽഡ് ചെയ്യും. ഇന്ത്യ പലപ്പോഴും പല കാര്യങ്ങളിലും മധ്യവർത്തി നയം സ്വീകരിക്കുന്ന രാജ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മിഡിൽ പാത്തിൽ പോകുന്ന രാജ്യങ്ങൾക്ക് രണ്ട് കക്ഷികളുമായി നല്ല ബന്ധമുണ്ട്. ഉദാഹരണം ഉക്രൈൻ, റഷ്യ. അതുകൊണ്ടാണ് ശ്രീ ശശി തരൂർ ഒക്കെ വളരെ വിദഗ്ധമായി പറയുന്നത് ഉക്രൈന്റെയും റഷ്യയുടെയും രാഷ്ട്രത്തലവന്മാരെ ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ ഹഗ് ചെയ്യാൻ പറ്റുന്ന, കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഏക ലോക നേതാവ് നരേന്ദ്രമോദിയാണെന്ന് കോൺഗ്രസിന്റെ തന്നെ വിശ്വപൗരനായ ശ്രീ ശശി തരൂർ പറയുന്നത് ഇന്ത്യയുടെയും മധ്യവർത്തി നയങ്ങളാണ്. ഞാനെല്ലാം വളരെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. ഖൊമേനിയുടെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൾ കൊല്ലപ്പെട്ടു, കൊച്ചുമകൾ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പൊസിഷൻ എന്തായിരിക്കുമെന്ന് വളരെ സൂക്ഷ്മതയോടെ, പഠനത്തോടെ നോക്കുകയായിരുന്നു. പക്ഷെ ആ രീതിയിൽ ഇന്ത്യ ഒരു പ്രതികരണം വന്നില്ല. കാര്യം ഇന്ത്യ ഈ ടൈറ്റ് റോപ്പ് ബാലൻസ് എവിടെ പിടിക്കണമെന്നുള്ള ഒരു സന്തുലിതാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ സിവിലിയൻ ഡെത്തിനെ, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ മരണമായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. കാര്യം ആ സമയത്ത് വന്ന പ്രധാന വാർത്ത, അന്ന് 50 പേരെന്നായിരുന്നു ആദ്യം വന്ന വാർത്ത, 50 60 പേരെന്നായിരുന്നു വാർത്ത. അപ്പം സിവിലിയൻ ഡെത്സിനെ കുറിച്ച് ആരുടെയും പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തതാണ് ഇന്ന് ഇന്ത്യയുടെ പോളിസി. അല്ലെങ്കിൽ വളരെ ആലോചിച്ചാണ് ഇങ്ങനത്തെ ട്വീറ്റ് ചെയ്യുമ്പോൾ ഒരു 100 വട്ടം വീണ്ടും വീണ്ടും ചിന്തിച്ച് ഏത് വാക്കുകൾ എഴുതണം, ഏത് സ്പെല്ലിംഗ് എഴുതണം. പറഞ്ഞു ഈ പറയുന്ന യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോൾ രണ്ടുപേരെയും പോയി കെട്ടിപ്പിടിക്കാൻ കഴിയുന്നു. നോക്കൂ, ഇത് ഈ ആശ്ലേഷം എന്ന് പറയുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലല്ലോ നമ്മുടെ നയതന്ത്രം എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക്, ഞാൻ നേരത്തെ ശ്രീ ഫസൽ ഗഫൂറിനോട് ചോദിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടാകും, 2 തരം ഹോട്ട് ലൈൻസ് നമുക്കുണ്ട്. ഒന്ന് GCC രാജ്യങ്ങളിലേക്ക് മാത്രമുള്ളത്, മറ്റൊന്ന് ഈ ഇസ്രയേലുമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എവിടെയാണ് നിലപാട് എന്നൊരു ചോദ്യമില്ലേ? അങ്ങനെ നമുക്കിത് ഇതെന്താ ഒരു സീറോ സം ഗെയിം അല്ല, ഒന്ന് വേഴ്സസ് അതർ അല്ല. ഈ രണ്ടിനെയും ചേർത്ത് പിടിക്കുകയേ വഴിയുള്ളൂ. ഞാൻ കുറെ കൂടെ എന്താ പറയണേ, നേരിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് കൂടെ പറയാം. ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് 9 പേരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൽ നിന്ന് ഒരാളായിരുന്നു ഞാൻ ഹിന്ദുവിന്റെ ഡോക്ടർ സ്റ്റാൻലി ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ ഇസ്രായേൽ നെസറ്റി പോയി ആദ്യം ചോദിച്ച ചോദ്യം വാട്ട് അബൌട്ട് ഗസ എന്നായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഗസയിൽ അന്ന് 20,000-ഓളം ആൾക്കാരാണ് മരിച്ചത്. പിന്നാട് നിർമ്മലൊക്കെ പറഞ്ഞ പോലെ 70,000, 50,000-ലേക്കും 70,000-ലേക്കും എത്തിയത്. അപ്പൊ നമ്മൾ ചരിത്രപരമായി ഇൻവിറ്റേഷൻ കിട്ടുന്ന സമയത്ത്, അല്ല, ഈ യുദ്ധത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ അത് വേണ്ട എന്ന് വെച്ച മനുഷ്യരും ഈ നാട്ടിലുണ്ടെന്നേ. അപ്പോ അല്ല, നമുക്കൊരു നിലപാടെടുക്കുമ്പോ നമ്മുടെ മുന്നിൽ എന്ത് നിൽക്കുന്നു എന്നുള്ളതല്ലല്ലോ അതിന്റെ അടിസ്ഥാന മാനദണ്ഡം. അല്ല, അങ്ങനെയല്ല. മധു, എന്താ അറിയാമോ, ഇത് സിമ്പിൾ സാധാരണ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ 2 സുഹൃത്തുക്കൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ 2 സഹോദരങ്ങൾ. അതായത് ആത്യന്തികമായി ജൂതന്മാരും മുസ്ലിങ്ങളാണെങ്കിലും ജൂതന്മാരാണെങ്കിലും അറബികളാണെങ്കിലും സഹോദരങ്ങളാണല്ലോ, അല്ലെങ്കിൽ വിശാല അർത്ഥത്തിൽ എബ്രഹാമിന്റെ മക്കളാണല്ലോ. അങ്ങനെയാണ് ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന പേര് വരുന്നത്. അപ്പോ ഈ 2 പേരെയും ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിന് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഞാൻ ചെന്ന സാഹചര്യത്തിൽ 1300-ഓളം പേരാണ് ഇസ്രായേലിൽ മരിച്ചത്. ഇസ്രായേലിൽ മരിച്ച സാധാരണ ജൂത വനിതകളെ ഞങ്ങൾ പോയി കണ്ടു, മക്കൾ നഷ്ടപ്പെട്ടവരെ കണ്ടു, മക്കൾ കിഡ്നാപ്പ് ചെയ്തവരെ കണ്ടു. അപ്പൊ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഞാൻ ബിൽഡിംഗിന്റെ ഭാഗമാണ് ഈ ഗസയിൽ നടക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ പൊളിറ്റിക്സ് ഇതാണ്, ഞങ്ങളുടെ കാരണം ഇതാണ്, ഞങ്ങൾക്കൊരു ന്യായമുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയല്ല, അത് തുടങ്ങിയത് അത് എന്താ പറയുക, ആരെയും കുറ്റം പറയാനല്ല, പക്ഷെ തുടങ്ങിയത് ഹമാസിന്റെ അറ്റാക്കിലാണ്. ഇന്ന് ഇവിടേക്ക് വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞത്. അന്ന് അതിനെ നിശിതമായി വിമർശിച്ചവരാണ് ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാവരും എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് നടക്കുന്നതും അതിന് മുൻപ് നടന്നതും അതിന് ശേഷം നടന്നതുമായ കാര്യങ്ങൾ കൂടി കാണാതെ പോകുകയല്ലോ. അല്ല, ഇനി പിന്നീട് നടന്നത് ഈ 1200 പേര് മരിക്കുമ്പോൾ തിരിച്ചടിക്കുമ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാകണം. 70,000 പേരെന്നൊക്കെ പറയുമ്പോൾ അത് എന്താ മനുഷ്യന്റെ മനസ്സിനെ ഞെട്ടിക്കുന്നതാണ്. 70,000 പേരെ എന്താ അവരുടെ മരണത്തിന് കാരണമാവുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല. അതായത് ഞാൻ ഈ വാക്ക് വളരെ ആലോചിച്ചാ പറയുന്നത്. ഇസ്രായേലികൾക്കും ജൂതന്മാർക്കും ഒരുതരം അവർക്കൊരു പാനിക് മോഡ് എപ്പോഴും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഹിറ്റ്ലറുടെ ആക്രമണത്തിന് ശേഷമൊക്കെ ഉണ്ടാവുന്നതാണ്. തങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായി പോകും എന്നൊക്കെയുള്ള ഒരു ഭീതി അവർക്കുണ്ട്. അതാണ് നാസി കാലഘട്ടത്തിൽ കണ്ടത്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അത് തിരിച്ച് ബാക്കിയുള്ള ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അത് അവിടുത്തെ പാവം പലസ്തീനികളുടെയും അവിടുത്തെ പാവം അറബികളുടെയും നെഞ്ചത്തോട് ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിന് വലിയ ഒപ്പോസിഷൻ ഉണ്ട്. ഇനി ഇസ്രായേലിലെ ഇന്റേണൽ പൊളിറ്റിക്സ് നോക്കിയാൽ നെതന്യാഹുവിനെതിരെ കറപ്ഷൻ കേസ് അടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ട്. എവിടെ വാർ ഇല്ലാതാകുമോ നെതന്യാഹുവിന്റെ സ്ഥാനമില്ലാതെ. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. യുദ്ധമില്ലാതായി സമാധാനം ഉണ്ടാകുകയാണെങ്കിൽ നെതന്യാഹുവിന് സ്ഥാനമില്ലാതാകും. അപ്പൊ നെതന്യാഹു വളരെ ആലോചിച്ച് തന്നെ ഒരു ഡെലിബറേറ്റ് ടെൻഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നെതന്യാഹുവിന്റെ പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഇത് ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ വരുന്ന വിമർശനമാണ്. ജോ ബൈഡൻ ഒക്കെ എടുത്തു പറയുകയും ചെയ്തു, നെതന്യാഹു ഈസ് പ്രൊലോങ്ങിങ് ദിസ് വാർ. ഈ യുദ്ധം പ്രൊലോങ് ചെയ്യുന്നതിന്റെ കാരണം നെതന്യാഹുവിന്റെ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ
ഡിബേറ്റ് വിത്ത് മാധു സജി.